നമസ്കാരം, എൻ്റെ പേര് ജെറിൻ ജോസ്. ഞാൻ ഗ്രീൻ സിഗ്നേച്ചർ ഓർഗാനിക്സിൻ്റെ ഡയറക്ടറാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഞങ്ങളുടെ മില്ലറ്റ്സ്, അതായത് ഞങ്ങൾ ഓൾമോസ്റ്റ് 9 വെറൈറ്റി മില്ലറ്റ്സ് അതിൻ്റെ പല വാല്യൂ അഡീഷൻ ചെയ്യുന്നുണ്ട്. പുട്ടുപൊടി, ഇടിയപ്പം പൊടി, അങ്ങനെ ആ വാല്യൂ അഡീഷൻ ചെയ്യുന്ന ഓരോ പ്രൊഡക്ട്സും എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ അടുത്ത് വാങ്ങിക്കുന്ന നല്ലൊരു കാറ്റഗറി ആളുകളും പല ഡോക്ടേഴ്സും റെഫർ ചെയ്യുന്ന ക്ലയൻസാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. മില്ലറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, ചെറുമണി ധാന്യങ്ങളാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കൃഷി ചെയ്തിരുന്നതാണ്, ചാമയും തിനയൊക്കെ. പക്ഷെ ഇന്ന് കേരളത്തിൽ വളരെ റെയർ ആയിട്ട് മാത്രമേ നമുക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റ് അന്യ സംസ്ഥാനങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒബീസിറ്റി, തൈറോയ്ഡ് പ്രോബ്ലങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഇങ്ങനെയുള്ള നാനാവിധ പ്രശ്നങ്ങൾക്കായിട്ട് മില്ലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ലൈവായിട്ട് കാണാം ഈ വാല്യൂ അഡീഷൻ ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഞങ്ങൾ 3 ഫാംസാണ് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നടത്തുന്നത്. ഇന്ന് കാന്തല്ലൂർ, ഹൊസൂർ, പിന്നെ ഊട്ടിയിലുള്ളത്. അതുകൂടാതെ ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിക് ഫാമറാണ്. അവിടുത്തെ കോഴ്സ് കഴിഞ്ഞാണ് ഞാൻ ഈ ഫാമിങ്ങിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ കോഴ്സ് കഴിഞ്ഞ് 1000-ഓളം പേരടങ്ങുന്ന ഒരു അസോസിയേഷനുണ്ട്. അപ്പോൾ ആ പാർട്ട്ണർ ഫാംസിൽ നിന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാറുണ്ട്. ഞങ്ങളുടെ പ്രൊഡക്ട്സുകൾ അവർ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് കൃഷി ചെയ്യാൻ സാധിക്കാതെ, ഉദാഹരണം പറഞ്ഞാൽ ആപ്പിൾ പോലെയുള്ള ഫ്രൂട്ട്സ് ഒന്നും നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് ഷിംല, മണാലി പോലെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന, ജൈവ രീതി കൃഷി ചെയ്യുന്ന പല കർഷകരുണ്ട്. അതുമെല്ലാം ഈ അസോസിയേഷനായിട്ട് കണക്റ്റഡ് ആണ്. അവരൊക്കെ ആയിട്ടുള്ള സാധനം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കാറുണ്ട്, എടുക്കാറുമുണ്ട്. ഞാൻ പേഴ്സണലി ഈ ഒരു ഫീൽഡിലേക്ക്, ഓർഗാനിക് ഫീൽഡിലേക്ക് വരാനുള്ള ഇൻസ്പിറേഷൻ KV ദയാൽ സാർ വഴിയാണ്. സാറിനെ ഞാൻ 2018-ലാണ് പരിചയപ്പെടുന്നത്. അതുവഴിയാണ് MG യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു കോഴ്സ് നടക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചതും അതിൽ എൻറോൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത്. ദയാൽ സാറിനെ പരിചയപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഒരു ടൈമിൽ നല്ല ഒബീസിറ്റി, ഏകദേശം 105 കിലോ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ ഞാൻ അതിനു മുന്നേ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ, ടൂറിസം ഇൻഡസ്ട്രിയിലായിരുന്നു എൻ്റെ ജോലിയെല്ലാം. അപ്പോൾ അതുമെല്ലാം ആയി ബന്ധപ്പെട്ട് ഒബീസിറ്റി എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ അറിവുകളിൽ നിന്നാണ് ഈ മില്ലറ്റുകൾ എൻ്റെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്താൻ ഇടയായത്. അങ്ങനെയാണ് എൻ്റെ 105 കിലോ എന്നുള്ളത് ഇപ്പോൾ ഞാൻ 77 കിലോയേ ഉള്ളൂ. ആ ഒരു രീതിയിലേക്ക് മാറാൻ സാധിച്ചത്. അപ്പം ഞങ്ങളുടെ പ്രൊഡക്ട്സ്, ഗ്രീൻ സിഗ്നേച്ചറിൻ്റെ ഈ വാല്യൂ അഡീഷൻ പ്രൊഡക്ട്സുകളുടെ എല്ലാം അതിൻ്റെ R&D നോക്കി നടത്തുന്നത് മിസ്റ്റർ ഷാജിയാണ്. ഞാൻ ഷാജിനെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ഷാജി. ഇന്ന് നമുക്ക് ചാമ കൊണ്ടുള്ള 1-2 വിഭവങ്ങൾ ഉണ്ടാക്കാം. ആദ്യത്തെ നമുക്ക് ചാമ കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചാമയുടെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഓവർ വെയിറ്റ്, ഹോർമോൺ ഇംബാലൻസ്, തൈറോയിഡ് തുടങ്ങിയ നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെയധികം പ്രയോജനപ്രദമാണ് ചാമ. ഒരുപക്ഷെ നമ്മുടെ പൂർവികർ വളരെ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മില്ലറ്റാണ് ചാമ എന്ന് പറയുന്നത്. ചാമ കൊണ്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചാമ കൊണ്ടുള്ള ഇടിയപ്പപ്പൊടിയാണ് ഗ്രീൻ സിഗ്നേച്ചറിൻ്റെ ഇടിയപ്പിലിറക്കുന്ന ചാമ കൊണ്ടുള്ള ഇടിയപ്പപ്പൊടി. ചാമ കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ അരിയിൽ ഗ്ലൂട്ടൻ ഉള്ളതുകൊണ്ട് അതിന് പശ ഉണ്ടാവും. പക്ഷേ മില്ലറ്റുകൾക്കെല്ലാം ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് അത് കുഴയ്ക്കുമ്പോൾ നമുക്ക് പശ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അത് ശരിയായ രീതിയിൽ നൂലായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം, നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തിളച്ച വെള്ളം മാത്രമേ യൂസ് ചെയ്യാനുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൂടുവെള്ളം പോരാ, നല്ല തിളച്ച വെള്ളം തന്നെ വേണം. നമുക്കത് ഉണ്ടാക്കി നോക്കാം. അത് നമ്മൾ കപ്പിലേക്ക് പൊടി വാർന്നെടുക്കുക. അതൊരു ബൗളിലേക്ക് ഇടുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാതെ ഹിമാലയൻ സാൾട്ട് ഉപയോഗിക്കാൻ നോക്കുക. നമുക്ക് ഒരുപാട് വൈറ്റമിൻസ് എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഇടിയപ്പത്തിന് കുഴയ്ക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് വെള്ളം അധികമാകാതെ പോകാൻ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ അധികം ആയി കഴിഞ്ഞാൽ നമുക്കിത് നൂല് പോലെ കിട്ടില്ല. ഉണ്ടാക്കുന്ന സമയത്ത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വെള്ളം ചേർത്ത് കുഴയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
വെള്ളം നമ്മുടെ കസ്റ്റമേഴ്സിന് വളരെ അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കിയൊരു കാര്യമാണ്. വെറുതെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളത് പിഴിയുന്ന സമയത്ത് നൂല് പോലെ നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് വളരെ നല്ല രീതിയിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും അത് ക്ലിയർ ആയിട്ട് ചാടുന്നതിനായിട്ട് സാധിക്കും. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ഉണ്ടാക്കുന്നതിൽ കിടക്കാം. ഇടിയപ്പം ഉണ്ടാക്കുന്നത് നമുക്കൊരു ഇടിയപ്പത്തിൻ്റെ തട്ട എടുക്കാം. അതിൽ കുറച്ച് തേങ്ങ ആഡ് ചെയ്യുക. തട്ടിൽ ഇടിയപ്പം പിടിച്ചിരിക്കാതെ എളുപ്പം വിട്ടു പോരുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാത്തിനും കുറേശ്ശെ തേങ്ങ ആഡ് ചെയ്തിട്ട്. ഇനി നമുക്ക് സേവനായിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇട്ട് കൊടുക്കാം. പാത്രത്തിന് വെള്ളം തിളച്ചിട്ടുണ്ട്, ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് അയക്കാം. നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി 5 മിനിറ്റ് നമുക്ക് വേവാൻ സമയം കൊടുക്കാം. ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇടിയപ്പം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ പുറത്തേക്ക് എടുക്കാം. ചാമ കൊണ്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ മുട്ടക്കറിയോ കടലക്കറിയോ സ്റ്റീം പീസ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കറികൾ ഉണ്ടാക്കി കറികളുടെ കൂടെ യൂസ് ചെയ്യാം. വളരെയധികം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണപ്രദമായ ചാമ മില്ലറ്റ് കൊണ്ടുള്ള ഇടിയപ്പം നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കുക. ഇത് ഉണ്ടാക്കാൻ പറ്റുന്നില്ലാതെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് സംശയം തീർക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും വളരെ പ്രയോജനമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ടീം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക, വീട്ടിൽ ട്രൈ ചെയ്യുക. ഈ യൂട്യൂബിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ 24/7 ഞങ്ങൾ സെർവ് ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.